ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു സജദയിലെ 21 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ആ മഹാശിക്ഷയ്ക്ക് മുമ്പ് ഈ ഐഹിക ലോകത്തു തന്നെ നാം അവരെ ഏതെങ്കിലും തരത്തിലുള്ള ലഘുശിക്ഷകൾ രുചിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ തങ്ങളുടെ ധിക്കാരപരമായ നിലപാടിൽ നിന്ന് വിരമിച്ചെങ്കിലോ. വലനുദീഖന്നഹും, നമ്മൾ അവരെ അനുഭവിപ്പിക്കും, മിനൽ അദാബിൽ അദ്ന, ചെറിയ ശിക്ഷകൾ, ദൂനൽ അദാബിൽ അക്ബർ, ആ വലിയ ശിക്ഷയ്ക്ക് മുമ്പ്, ലഅല്ലഹും യർജിഊൻ, ഒരുപക്ഷെ മടങ്ങിയെങ്കിലോ വിരമിച്ചെങ്കിലോ. അൽ അദാബുൽ അക്ബർ എന്നിവിടെ പറയുന്നത് പരലോക ശിക്ഷയെക്കുറിച്ചാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അൽ അദാബുൽ അദ്ന എന്ന് പറയുന്ന ലഘുശിക്ഷ ഈ ലോകത്ത് തന്നെ ധിക്കാരികൾക്ക് പാഠമായി ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളാണ്. ഇപ്പോൾ വ്യക്തികൾക്ക് വരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഉറ്റവരുടെ മരണം, ജീവിതത്തിലെ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, നിന്ദ്യത തുടങ്ങിയ ശിക്ഷകളൊക്കെ ഇതിൽപ്പെടും. സാമൂഹികമായി തന്നെ വരുന്ന പകർച്ചവ്യാധികളുണ്ട്, കോവിഡ് പോലെയുള്ള വലിയ വിഷയങ്ങളുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ട്, ചില സമൂഹത്തിന് ബാധകമാകുന്ന യുദ്ധവും കലാപങ്ങളുമുണ്ട്. ഇതൊക്കെ ലഘുശിക്ഷകളായിട്ടാണ്, പരലോകത്തിലെ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ഈ ലോകത്തു നിന്ന് വരുന്ന ശിക്ഷകളായിട്ടാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പോൾ വലിയ ശിക്ഷയായ ശാശ്വത നരകത്തിലേക്കുള്ള ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന പാതയിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ധിക്കാരികളെ തടയാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ അതൊരർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. കൊടിയ പാപങ്ങളിലേക്ക്, കൊടിയ നാശത്തിലേക്ക്, അതിൻ്റെ ഫലമായി കൊടിയ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരുപക്ഷെ അവർ മാറിയെങ്കിലോ, വഴിമാറി സഞ്ചരിച്ചെങ്കിലോ. അതോടൊപ്പം അള്ളാഹുവിനെ തിരിച്ചറിയാത്തതാണല്ലോ ഈ ധിക്കാരത്തിൻ്റെ കാരണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവെന്താണ്, മനുഷ്യൻ്റെ നിസ്സാരത എത്രയാണ്, അവൻ്റെ നിസ്സഹായത എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി വെളിവാകണമെങ്കിലും ഇത്തരം പരീക്ഷണങ്ങൾ വേണം. അപ്പോൾ സ്വാഭാവികമായി വലിയ വലിയ ഈ പരീക്ഷണങ്ങൾ മനുഷ്യന് വരുമ്പോൾ ചിലപ്പോൾ ധിക്കാരികൾക്കതൊരു ശിക്ഷയായിട്ട് തന്നെ വരുമ്പോൾ മടങ്ങാൻ മനസ്സുള്ളവർക്ക് ഇതൊരവസരമാകും. എന്നാൽ പിന്നെ ഇതിനെയും ധിക്കരിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അവർ നേരത്തെ പറഞ്ഞ ഫാസിക്കുകളാവും. കൊടിയ കൊടിയ പരീക്ഷണങ്ങൾ ധിക്കാരത്തിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ വരുന്നുണ്ടെങ്കിൽ അത് ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമായി മനസ്സിലാക്കണം. ചിലർ ചോദിക്കാറുണ്ട്, അള്ളാഹു കാരുണ്യവാനല്ലേ? അതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊരവസരമാണ്. ജീവിതത്തിലൊരു പ്രയാസം വരുന്നത് മടങ്ങാനുള്ളൊരു അവസരമായിട്ട് കാണണം. നിങ്ങൾ യഥാർത്ഥ കൊടിയ ശിക്ഷയായ, വലിയ ശിക്ഷയായ അൽ അദാബുൽ അക്ബർ എന്ന് പറയുന്ന വലിയ ശിക്ഷയ്ക്ക് മുമ്പ് മടങ്ങാനുള്ള അവസരമാണ്. എന്നാൽ ഇത്തരം അവസ്ഥകളെ കൂടി ധിക്കരിച്ചാൽ അത് വലിയ അപകടമാണ്. ലഅല്ലഹും യർജിഊൻ, ഒരുപക്ഷെ അവർ മടങ്ങിയേക്കാമെന്ന് പറഞ്ഞത് നേരത്തെ നിഷേധികളായിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ ഇത്തരം ശിക്ഷകൾ മൊത്തത്തിൽ കാണുന്ന മനുഷ്യരാവാം. അപ്പോൾ അതിൽ മനുഷ്യർക്ക് പാഠമുണ്ട്, നേരത്തെ ധിക്കാരികളായ ആളുകൾക്കും അതിൽ പാഠമുണ്ട്. അപ്പോൾ നരകശിക്ഷയ്ക്ക് മുമ്പുള്ള ഖബർ ശിക്ഷയാണ് ലഘുശിക്ഷ കൊണ്ട് ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. അതോടൊപ്പം കൂട്ടത്തിലെ ഒരു കാര്യം കൂടി നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ ഒരു അദാബല്ല, അതൊരു ഇബ്തില ആണ്, ഒരു പരീക്ഷണമാണ്. അപ്പോൾ വിശ്വാസികൾക്ക് അള്ളാഹു പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകും. അതോടൊപ്പം എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഇത്തരം ഇബ്തിലാഉകൾ, പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശിക്ഷയുടെ ഭാഗമായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 22-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വഴി
ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുന്നവനേക്കാൾ വലിയ ധിക്കാരി ആരുണ്ട്? വമൻ അദ്ലമു, ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? മിമ്മ ദുഃഖിറ ബിആയാതി റബ്ബിഹി, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവന് ഓർമ്മിപ്പിക്കപ്പെട്ടു, ഉത്ബോധനം ചെയ്യപ്പെട്ടു, സുമ്മ അഅറദ അൻഹാ, എന്നാൽ അവൻ അതിൽ നിന്ന് വേർതിരിഞ്ഞു പോയി, അല്ലെങ്കിൽ മുഖം തിരിച്ചു കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ ധിക്കാരം. മുകളിൽ പറഞ്ഞ ശിക്ഷകളും പരീക്ഷണങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അവൻ പലവിധം മനുഷ്യരെ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകും. അതൊക്കെ അവർ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിൽ നിന്നൊക്കെ പിന്തിരിയുന്നത് ഏറ്റവും വലിയ അക്രമിയായി മാറാനുള്ളൊരു വഴിയാണ്. അതിനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് എന്നിവിടെ പറയും. നേരത്തെ ഫാസിക്കുകളും അല്ലാത്തതും പറഞ്ഞ ശേഷം ഇവിടെ വമൻ അദ്ലമു, കൊടിയ ധിക്കാരികൾ, അക്രമികൾ എന്ന അർത്ഥത്തിലേക്ക് അള്ളാഹു പറയുന്നുണ്ട്. ആയാത്തു റബ്ബിഹി എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പൊതുവായി എടുത്താൽ ഈ പ്രപഞ്ചം, മനുഷ്യനും അതിലെ ദൃഷ്ടാന്തങ്ങളും വിശുദ്ധ വേദങ്ങളും പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടും. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ പൊരുളും പര്യവസാനവും എല്ലാം ഈ പറയുന്ന അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ദൃഷ്ടാന്തങ്ങളായി, അള്ളാഹു നൽകുന്ന പാഠങ്ങളായി മനസ്സിലാക്കണം. ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തം, മനുഷ്യനിൽ തന്നെ ദൃഷ്ടാന്തം, വേദങ്ങൾ, പ്രവാചകന്മാർ എല്ലാം അതിൽ നിന്നും വേർതിരിഞ്ഞു പോവുകയാണെങ്കിൽ അവൻ കടുത്ത അക്രമിയാണ്, ധിക്കാരിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നിശ്ചയം അത്തരം ധിക്കാരികളോട് നാം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇത്തരം കൊടിയ ധിക്കാരികളോട്. ഇവിടെ ഒറ്റവാക്കിൽ മനസ്സിലാക്കരുത്. അള്ളാഹു പല സ്റ്റെപ്പുകളിലായി പ്രവാചകനിലൂടെ, ഖുർആനിലൂടെ, ഉത്ബോധനങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, ശിക്ഷയുടെ കഷ്ണങ്ങളിലൂടെ, ദുരന്തങ്ങളിലൂടെ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ എല്ലാ മർഹലകളിലും കൊടിയ ധിക്കാരികളായി മാറുമ്പോൾ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, ഇത്തരം ധിക്കാരികളോട് നമ്മൾ പ്രതികാരം ചെയ്യും. കാരണം അവർ അള്ളാഹുവിനോട് അത്രയും വലിയ ധിക്കാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാധാരണ പാപം ചെയ്യുന്ന വിശ്വാസികളോട് പറയുന്നൊരു വർത്തമാനമല്ല, അങ്ങനെ വന്നു പോകുന്ന തെറ്റ് ചെയ്യുന്ന ആളുകളോട് പറയുന്നതല്ല. ഈ പറയുന്ന ധിക്കാരികൾ എന്ന് പറയുന്നത് ബോധപൂർവം ധിക്കാരികളാകുന്നതാണ്. അപ്പം ദൈവധിക്കാരമാകുന്ന അക്രമത്തിൽ പെട്ടുപോകുന്ന ഇത്തരം ധിക്കാരികളോട് അള്ളാഹു പ്രതികാരം ചെയ്യും. ഉൾക്കിടിലമുണ്ടാക്കുന്ന ഒരു ഭീഷണിയാണിത്. നമ്മെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഈ പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നത്? അള്ളാഹുവാണ്. എന്തായിരിക്കും അവൻ്റെ പ്രതികാരത്തിൻ്റെ രീതി? അതിൻ്റെ ശക്തി എന്തായിരിക്കും? ആർക്കാണ് അതിനെ തടുക്കാൻ സാധിക്കുക? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചു, അതിങ്ങനെ പൂട്ടിവെച്ചു, അതാരും പഠിക്കാതിരുന്നു. അത് പറയേണ്ടവരോട് പറയാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ, എത്രയായിരിക്കും നമുക്ക് ലഭിക്കുന്ന ശിക്ഷ? എന്തു വലിയ പോരായ്മയാണത്! നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയൊരു ഉത്തരവാദിത്ത വീഴ്ചയല്ലേ അത്? അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുകയും അതിൻ്റെ ഉത്ബോധനം ജനങ്ങൾക്ക് എത്തിക്കുകയും മനുഷ്യരെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരക്കാരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.